ബാല്യം, നിയോഗ നിർവഹണങ്ങളുടെ യൗവനം, അവസാനം നിഷ്കാമകർമ്മിയായും സർവസംഘ പരിത്യാഗിയായും പരിണാമം. എന്നിൽ നിന്ന് എന്നിലേക്കുള്ള വഴി നിന്നിൽ നിന്ന് നിന്നിലേക്കുള്ള വഴിയുടെ ദൂരത്തിന് സമം എന്നാണ് 18 പഠിക്കേണ്ട പാഠം എന്ന് പറഞ്ഞാൽ തത്വമസി. അത് നീയാകുന്നു. ജ്യോതിസ്വരൂപനും കർപ്പൂരപ്രിയനും അഗ്നിസ്വരൂപനുമായ അയ്യപ്പൻ പ്രകാശദേവനാണ്. ഈ കഷ്ടപ്പാടെല്ലാം താണ്ടി, മലകൾ താണ്ടി, പുഴകൾ താണ്ടി, കരിമലയും നീലിമലയും അപ്പാച്ചിമേടും കടന്ന് എത്തുമ്പോൾ 18-ാം പടിക്ക് മുകളിൽ കാണുന്ന വാക്യം ഞാൻ നീയാകുന്നു, തത്വമസി. ഈ മകരവിളക്ക് ദിവസം ഈ പരിസര പ്രദേശങ്ങളിലെല്ലാം കാത്തിരിക്കുന്ന ആളുകളുടെ കണ്ണീർ പൂക്കൾ അത് കിഴക്കൻ ചക്രവാളത്തിൽ ഇനി ഉദിച്ചുയരാനിരിക്കുന്ന മകര ദർശനമാണ്. അലയാഴിയുടെ ആരവം, അപ്പൊ വലിയ ആരവം കേൾക്കാം ശബരിമലയിൽ. നമ്മൾ കെട്ടിടങ്ങളുടെ മുകളിൽ നിൽക്കുമ്പോൾ ഈ ശരണം വിളിയിൽ കെട്ടിടങ്ങൾ കുലുങ്ങും. ഭൂകമ്പം ഉണ്ടാകുന്നത് പോലെ നമ്മുടെ കെട്ടിടങ്ങളുടെ മുകളിൽ നിന്നും താഴെ നിന്നും അയ്യപ്പന്മാർ ശരണം വിളിക്കുമ്പോൾ ശരണമന്ത്രത്തിന്റെ ആ ശക്തി കൊണ്ട് കെട്ടിടങ്ങൾ വിറയ്ക്കുന്നത് പലപ്പോഴും. നമ്മുടെ ഒരു സ്ലൈഡ് ഷോ, ഇപ്പം പൊന്നമ്പലമേട്ടിന്റെ ഷോട്ടുകൾ പ്രത്യേകമായി ഇപ്പൊ 2 രീതിയിലാണ് നമ്മുടെ സ്ക്രീൻ കാണുന്നത്. ഒന്ന് ശ്രീകോവിലിന് മുൻവശവും, മറ്റൊരു ക്യാമറ പൊന്നമ്പലമേടിനെ ലക്ഷ്യമാക്കിയുണ്ട്. ആ വിൻഡോയിൽ കാണുന്നതാണ് പൊന്നമ്പലമേടിന്റെ ദൃശ്യം. അവിടെ ഇരുട്ട് പരന്നിട്ടുണ്ടോ? കാരണം അവിടെ വെളിച്ചമില്ല. സന്നിധാനം ദീപപ്രഭയിലാണ്. ആ വ്യത്യാസവും സാന്ദ്രമാണ്. ഇനി ഇപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാണ്. ഒരു കൊടുങ്കാറ്റിന്റെ വികാരം ആർജിച്ച ഭക്തിനിഷ്ഠതയുടെ ആർജിത ഭാവം ഇതിനുണ്ട്. കൊടുങ്കാറ്റിന് മുമ്പ് ഒരു ശാന്തത ഉണ്ടെങ്കിൽ അതാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. പക്ഷേ കൊടുങ്കാറ്റ് ഉടനെ വരും. ഭക്തിയുടെ ആരവത്തിൽ ഈ കാലിന്റെ തള്ളവിരലിൽ മുകളിലേക്ക് ഉയർന്നു കൈകൾ 2 കുപ്പി ശ്രീകോവിൽ നടയത തുറന്നു. സർവാഭരണ വിഭൂഷിതനായി വിളങ്ങി നിൽക്കുന്ന അയ്യപ്പസ്വാമിയുടെ രൂപം ഭക്തരുടെ കണ്ണുകൾക്കാനന്ദം നൽകുന്നു. കർപ്പൂര ദീപങ്ങൾ, ദിവ്യപ്രഭ ചൊരിയുന്ന ദീപാരാധന, പരം പ്രേമസ്വരൂപം, പരമം പവിത്രം, പരം ജ്യോതിസ്വരൂപം ഭജേ ഭൂതനാഥം. മണ്ണിലും വിണ്ണിലും മകരജ്യോതി തെളിയുന്ന ധന്യ നിമിഷം. ഭക്തകോടികൾ തൊഴുകൈകൾ ഉയർത്തി ജ്യോതിസ്വരൂപന്റെ ദിവ്യദർശനം ഏറ്റുവാങ്ങുന്ന മുഹൂർത്തത്തിലേക്ക് കടക്കുകയാണ്.
ദൃശ്യമായി. താപസവേഷധാരിയായ കാനനവാസൻ സർവാഭരണ വിഭൂഷിതനായി ഭക്തലക്ഷങ്ങൾക്ക് ദർശനമരുളുന്ന മകരവിളക്ക് മകരജ്യോതി തെളിഞ്ഞു, ഒരു തവണ തെളിഞ്ഞു. വീണ്ടും ആ ഇരുട്ടിൽ ദൂരദർശന്റെ ക്യാമറ കണ്ണുകൾ രണ്ടാമത്തെ മകരജ്യോതി തിരയുകയാണ്. ഭക്തരുടെ മുഖത്തിൽ അത് പകർത്താൻ ശ്രമിക്കുകയല്ല, അവരുടെ മുഖത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് അവർക്ക് ദർശന സായുജ്യം ലഭിച്ചു. രണ്ടാം തവണ വ്യക്തമായി, വളരെ വ്യക്തമായി വീണ്ടും ഒരിക്കൽ കൂടി പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നു. ഇതിഹാസങ്ങളിൽ വനയാത്രകൾ മോക്ഷപ്രാപ്തിക്കുള്ള ദേശാടനമായിട്ടാണ് അവതരിക്കപ്പെടുന്നത്. മോക്ഷം എന്ന പരിത്യാഗപൂർണമായ ദിശാബോധം ഭാരതീയ സംസ്കൃതിയുടെ മാത്രം വിഭാവനമാണ്. മഹാഭാരതത്തിലെ മഹാപ്രസ്ഥാനവും രാമായണത്തിലെ സരയൂ നദി പ്രവേശവുമെല്ലാം ലൗകികതകൾ പരിത്യജിച്ചുകൊണ്ട് മോക്ഷമെന്ന പരമപുരുഷാർത്ഥം തേടിയുള്ള വനയാത്രകളാണ്. വനഗമനങ്ങൾ ഇതിഹാസങ്ങളിൽ കേന്ദ്ര പ്രമേയങ്ങളാണ്. വനസ്ഥലികളിലെ ഘനീഭൂതമായ ശാന്തതകളിലാണ് ഋഷി ദർശനങ്ങൾ സംഭൂതമായത്. വനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആശ്രമം, പർണശാല, താപസന്മാർ,